ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇത്രയും സ്നേഹമുള്ളവരെ, ഒരിക്കൽ കൂടി ഈശോയുടെ സന്നിധിയിൽ അവനെ നോക്കി നിന്ന് ആരാധിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതിന് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഒരുമിച്ച് നമുക്ക് ഈശോ ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളിന്ന് വായിച്ച് ധ്യാനിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 52 മുതൽ 59 വരെയുള്ള തിരുവചനങ്ങളാണ്. ഒരു തർക്കമാണ്. യഹൂദര് ഈശോയോട് ചോദിക്കുന്നത് തൻ്റെ ശരീരം ഭക്ഷണമായിട്ട് തരാനായിട്ട് ഇവനെങ്ങനെ സാധിക്കുന്ന, എങ്ങനെയാണ് ഒരാൾ തൻ്റെ ശരീരം ഭക്ഷിക്കാനായിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുക? അതാണ് യഹൂദരുടെ ഇടയിലുള്ള തർക്കം. അതിന് ഈശോ മറുപടി പറയുന്നത്, ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും ആകാൻ വേണ്ടിയിട്ടാണ് ഈ അപ്പം എന്നുള്ളൊരു ഉത്തരവാണ്. ഒരു തർക്കം തീർക്കാനായിട്ട് തമ്പുരാൻ തന്നെ മുറിച്ച് നൽകുന്ന ഒരു അവസരം. ഈ ഒരു തർക്കം വിശുദ്ധ അന്തോണീസിൻ്റെ ജീവിതത്തിൽ ദിവ്യകാരുണ്യ അനുഭവത്തോട് ചേർത്ത് വെച്ച് നമുക്ക് ധ്യാനിക്കാവുന്നതാണ്. വിശുദ്ധ അന്തോണീസ് ദിവ്യകാരുണ്യ ഈശോയെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു വിശുദ്ധനാണ്. അന്തോണീസ് പുണ്യാളനോട് ഒരാൾ ഇതുപോലൊരു തർക്കവുമായിട്ട് മുന്നോട്ട് വരിക, എങ്ങനെയാണ് ദിവ്യകാരുണ്യത്തിൽ ഇത്രമാത്രം സ്നേഹം ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ ലോകം മുഴുവനും ഈശോയുടെ മുമ്പിൽ ആരാധിക്കുന്നത്? ഞാൻ എന്തിനാണ് ഈശോ ആരാധിക്കുന്നത്? അന്തോണീസ് പറയുന്നത്, മനുഷ്യൻ മാത്രമല്ല സകല ജൈവജാലങ്ങളും ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ മുട്ടുമടക്കും എന്നുള്ളൊരു ആശയം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുക. അതൊരു പന്തയത്തിലേക്ക് പോകുന്നു. ഒരു വഴിയരികിൽ ദിവസങ്ങളോളം ഭക്ഷണം കൊടുക്കാതെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു കഴുത. ഈ കഴുതയുടെ മുന്നിലൂടെ ദിവ്യകാരുണ്യമായിട്ട് പോകുന്ന ഒരു വൈദികൻ. ദിവ്യകാരുണ്യമായിട്ട് പോകുന്ന വൈദികനെ കണ്ട് എല്ലാവരും മുട്ടിന്മേൽ നിൽക്കുന്നു. അപ്പോൾ ഈ കഴുതയുടെ മുമ്പിലേക്ക് അന്തോണീസ് പുണ്യാളൻ്റെ അടുത്ത് തർക്കവുമായിട്ട് വന്നൊരാൾ ഓട്സ് കൊടുക്കുകയാണ്. ഇത്രയും ദിവസം വിശന്നു വലഞ്ഞ കഴുത ഈ ഓട്സ് കാണുമ്പോൾ പെട്ടെന്ന് ആവേശത്തോടെ അല്ലെങ്കിൽ ആർത്തിയോടെ ഈ ഓട്സ് കഴിക്കുമെന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷെ ദിവ്യകാരുണ്യം പോകുന്നത് കണ്ട കഴുത തൻ്റെ വിശപ്പ് പോലും മറന്നുകൊണ്ട് ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ മുട്ടുമടക്കി എന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. പ്രിയപ്പെട്ട ഒരു മിണ്ടാപ്രാണിക്ക് പോലും തമ്പുരാൻ്റെ സ്നേഹം എന്തുമാത്രം അനുഭവപ്പെട്ടു എന്നുള്ളതാണ് ഈ ഒരു സംഭവം നമ്മളോട് പറയുക. നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും ആകാൻ വേണ്ടി ഈശോ ഒരുപാട് നമ്മളെ സ്നേഹിച്ച് നമ്മളെ സ്വന്തമാക്കുന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ഈ ദിവ്യകാരുണ്യ സ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ദിവസവും ദിവ്യകാരുണ്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അപ്പത്തിനോ ഭക്ഷണത്തിനോ കുടിക്കാനുള്ള പാനീയങ്ങൾക്കോ വേണ്ടിയിട്ടൊന്നുമല്ല, മറിച്ച് അവൻ എന്നിലാകണം, ഞാൻ അവനിലാകണം. അപ്പോൾ നമ്മളും ദിവ്യകാരുണ്യമായിട്ട് മാറുക. ഒരുപക്ഷെ നമ്മൾ എപ്പോഴും മനുഷ്യരുടെ മുമ്പിൽ നല്ല വൃത്തിയുള്ള മക്കളായിട്ട് ഭംഗിയുള്ളവരായിട്ട് നിൽക്കാനായിട്ട് ഒരുപാട് കൊതിക്കുന്നവരാണ്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം കുറച്ച് പ്രായമായി കഴിഞ്ഞ് മുടിയൊക്കെ നരക്കുമ്പോൾ തന്നെ നമ്മൾ വിട്ടത് കളറടിച്ച്, ഒന്നില്ലെങ്കിൽ അത് കറുത്ത കളറാക്കും, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കളറാക്കി അത് മാറ്റും. പല്ലൊന്ന് ആടിക്കഴിഞ്ഞാൽ അത് നമ്മൾ ഫിക്സ് ചെയ്യും. തൊലിയൊന്ന് ചുളുങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യും. അതായത് നമുക്ക് എല്ലാവരുടെയും മുമ്പിൽ ഭംഗിയുള്ളവരായിട്ട് നിൽക്കണം. പക്ഷേ ഹൃദയത്തിൻ്റെ ഭംഗിയെക്കുറിച്ച് നമ്മളൊരിക്കലും ചിന്തിക്കാറില്ല. ഹൃദയം വിശുദ്ധമാക്കി സൂക്ഷിക്കാനായിട്ട് ഈ ദിവ്യകാരുണ്യ ബോധ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളും ഒരു കറയും ചുളിവുമില്ലാത്ത ഹൃദയമായിട്ട് മാറും. അതിനായിട്ട് ഈശോയിലേക്ക് നമുക്ക് ആകാം, ഈശോയെ നമ്മളിലേക്ക് ആക്കാനായിട്ട് പരിശ്രമിക്കാം. ഈ ഒരു ചിന്തയോടുകൂടെ നമ്മുടെ എല്ലാ നിയോഗങ്ങളും ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഈശോയിലേക്ക് നോക്കി കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ ഒരു നല്ല ദിവസത്തെ പ്രതി ഞങ്ങൾ നന്ദി പറയും. ദൈവമേ, ഞങ്ങളോട് കൂടെ ആയിരിക്കാൻ, ഞങ്ങളിൽ വസിക്കാൻ, ഞങ്ങൾക്ക് നിന്നിൽ വസിക്കാനായിട്ട് ഈ ജീവൻ്റെ ബോധ്യമായ ദിവ്യകാരുണ്യം നൽകിയതിന് ഈശോയെ നന്ദി പറയും. നിന്നെ ഭക്ഷിക്കുന്നവൻ ഒരിക്കലും വിശക്കുകയില്ല എന്ന് നീ അരുൾ ചെയ്തല്ലോ. ഈശോയെ, നിന്റെ ശരീരം എങ്ങനെയാണ് ഞങ്ങൾ ഭക്ഷിക്കുക എന്നുള്ളതായിരുന്നു തർക്കം. പക്ഷേ അത് ഒരു വാക്കിൽ മാത്രം നീ ഒതുക്കിയില്ല, മറിച്ച് അതൊരു പ്രവൃത്തിയാക്കി ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ, നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ ഒരു അപ്പമായി നീ ചുരുങ്ങിയത് ഈശോയെ ഞങ്ങളുള്ള സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഞങ്ങൾ അറിയും. ഈശോയെ, ഞങ്ങളും ഇതുപോലെ ചെറുതാകാനുള്ള കൃപയ്ക്കായിട്ട് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ജീവിതത്തിൽ എത്ര ഉന്നതത്തിലെത്തിയാലും
എളിമയുള്ള മക്കളായിട്ട് മാറാനായിട്ട് ഞങ്ങൾ അനുഗ്രഹിക്കണം. ഈശോയെ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ, നീയാകുന്ന ബോധ്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് ഞങ്ങൾ മടി കാണിച്ച അവസരങ്ങളെ ഓർത്ത് മാഫി. ഈശോയെ, നാളെ നല്ലൊരു ദിവസത്തിലേക്ക് ഈശോയെ, ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും എന്റെ ദിവ്യകാരുണ്യ സ്നേഹമായിട്ട് മാറാൻ വലിയ കൃപ ഞങ്ങൾക്ക് നൽകണം. ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണം. പ്രാർത്ഥനയോടെ ദിവ്യകാരുണ്യ ആശീർവാദത്തിനായിട്ട് നമുക്ക് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കാം. ആഴി തന്നഗാധത്തേക്കാൾ അനന്തമാം കാരുണ്യമേ, ആഴി തന്നഗാധത്തേക്കാൾ അനന്തമാം കാരുണ്യമേ, ആത്മാവിന്നകതാരിനുള്ളിൽ അഭിഷേക ജ്വാലയായി നിറയും. കുരിശടയാളത്താൽ നമ്മെ തന്നെ വിശുദ്ധീകരിക്കാം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.